പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ഒരിക്കലും കേൾക്കാതെ പോകരുത്. ഒരു അപേക്ഷയാണ്. എന്തുകൊണ്ടെന്നറിയോ? ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി മിക്ക ആളുകൾക്കും അറിയില്ല. ഒരു 2 മിനിറ്റ് ചെലവഴിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ എത്ര വലിയ ഭാഗ്യമാണ്. നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ആ ഉറക്കത്തിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഒരു നേട്ടം നഷ്ടപ്പെടുകയാണ്. നോക്കാം, നമുക്ക് വളച്ചുകെട്ടില്ലാതെ പറയാം. ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുൻപ് വുളൂഅ് ചെയ്യണം. ആ ഉറക്കത്തിൽ നിങ്ങൾ മരിച്ചാൽ വുളൂഅോടുകൂടി മരിച്ച ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടം നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിലും വുളൂഅ് വലിയ സംരക്ഷണമാണല്ലോ. ഉറക്കത്തിൽ സംരക്ഷണം കിട്ടാൻ ഇത് നിങ്ങളെ സഹായിക്കും. 2, ഉറങ്ങുന്നതിന് മുൻപ് ബെഡ്ഷീറ്റുകൾ കൃത്യമായി തട്ടി വൃത്തിയാക്കണം. കേട്ടോ. മുത്തുനബി അത് വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമാണ്. നബി പറഞ്ഞതാണ്. ഇതൊന്നും എൻ്റെ വകയല്ല, ഇത് രണ്ടും നബി പറഞ്ഞതാണ്. മൂന്നാമത്തത്, ഉറങ്ങുന്നതിന് മുൻപ് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം പാരായണം ചെയ്യുക. ശേഷം സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഓരോ തവണ വീതം പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ് 3, ഫലഖും നാസും ഓരോ തവണ വീതം. അടുത്തത്, 4ാമത്തെ കാര്യം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇവ ഓരോന്നും 33 തവണ. അതിൽ അല്ലാഹു അക്ബർ എന്നുള്ളത് 34 തവണ. അങ്ങനെ 100 തവണ ഇത് മൊത്തത്തിൽ നിങ്ങൾ ഓതി കിടക്കണം. പിന്നെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങാൻ പരമാവധി ശ്രമിക്കുക. ഇത്രയും ഖിബലയിലേക്ക് മുഖമാകുന്ന രൂപത്തിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഇന്ന് മുതൽ ഉറങ്ങുന്നതിന് മുൻപ് 4 കാര്യങ്ങൾ മനസ്സിലോർത്ത് വെച്ച് ഈ 4 കാര്യങ്ങളും ചെയ്യുക. അല്ലാഹു നമുക്ക് വലിയ സന്തോഷം നൽകട്ടെ. ഇത് ഒരു പക്ഷേ ഈ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും വലിയൊരു അറിവാണ്. നഷ്ടപ്പെടുത്തണ്ട. അസ്സലാമു അലൈക്കും.